ചക്കക്കാലം അല്ലെങ്കിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന കൊതിയൂറുന്ന സമയത്തും നമുക്ക് ചക്കപ്പേരി കഴിക്കാം. എങ്ങനെയാണെന്നല്ലേ, ഏത് സമയത്തും ചക്ക നമ്മൾ വീട്ടിൽ റെഡി ആയിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടാലോ, ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണേ. അപ്പോൾ ഏത് സമയത്തും ചക്കപ്പേരി കഴിക്കാനുള്ള ടിപ്പാണ് ഇത്. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഹായ്, നമ്മുടെ സോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചക്ക കേടുകൂടാതെ ഒരു 6 മാസം വരെ ഇരിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. അതിനുള്ള പണിയാണ് കേട്ടോ ഇത്. ചവണിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ബാഗിലാക്കി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന കവറുകളാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അത്. അപ്പോൾ അതിലാക്കിയിട്ട് നമ്മൾ എയർ ഇല്ലാതെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ചക്ക അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം എയർ മൊത്തമായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ സിബ് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ കേട്ടോ, പുറത്തല്ല, ഫ്രീസറിൽ നമുക്ക് 6 മാസം വരെ കേടുവരാതിരിക്കും. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് തോരൻ വെക്കാം, അതേപോലെ എരിശ്ശേരി വെക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നേരെ മറിച്ച് നമുക്കൊരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ അന്ന് നമുക്ക് വെച്ച് കഴിയില്ല. പ്രത്യേകിച്ചും ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു ചക്ക അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി തന്നതാണ്. അപ്പോൾ ആ ഒരു ചക്കയിലെ പകുതിയാണ് ദേ ഈ പൊളിച്ച് ചവണി കളഞ്ഞിട്ട് ഞങ്ങൾ ദേ കുറച്ചിപ്പോൾ ഉപ്പേരി വെക്കാനുള്ളത് ദേ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. ബാക്കി ദേ കണ്ടോ, ചവണി കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ഞാൻ ദേ 3 ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചക്ക കേടുവരാതെ ഏത് സമയത്തും കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന സമയത്ത് എടുക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ ദേ പകുതി ചക്കയാണ് ഇരിക്കുന്നത്. ഈ ചക്ക ഞങ്ങൾ പഴുക്കാൻ വേണ്ടി വെച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്ഥലമില്ല. അത് ഞാൻ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പകുതി ചക്ക എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചു. ബാക്കി പകുതി ഇതേ പഴുക്കാൻ വേണ്ടി വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ഐഡിയകളുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീസറിൽ വെക്കാം. അതെല്ലാം രാവിലെയൊക്കെയാണ് ചക്ക കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ ചക്ക വറുക്കാനായിട്ട് അരിയുന്ന പോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കുക. എന്നിട്ട് നല്ല വെയിലത്തിട്ട് നന്നായി ഇങ്ങനെ കിലുങ്ങണ ശബ്ദം കേൾക്കില്ല, അതുപോലെ ഉണക്കിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ചക്ക ഇടണ സമയത്ത് നമ്മൾ തിരക്കായിരുന്നു എങ്കിൽ ഇതുപോലെ ഫ്രീസറിലാക്കി വെക്കുക. അതിന് ശേഷം രാവിലെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കുക. ജസ്റ്റ് നന്നായി തിളയ്ക്കുന്ന വെള്ളത്തിൽ ഊറ്റിയെടുക്കുക. എന്നിട്ട് നന്നായി വെയിലത്ത് ഉണക്കിയെടുക്കുക. എന്നിട്ട് പാത്രത്തിലാക്കി വെക്കുക. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണമെന്നില്ല കേട്ടോ. പാത്രത്തിലാക്കിയിട്ട് എയർ കിടക്കാതെ എടുത്തു വെച്ചാലും മതി, ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ വഴിയെ കാണിച്ചു തരാം. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെച്ചുള്ള ഓരോ ബാഗ് ഉണ്ടല്ലോ, ഓരോ ദിവസവും ഓരോ ബാഗിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എത്രയാണോ ആവശ്യം അത് ഓരോരോ പാത്രങ്ങളിലായിട്ട് എയർ കിടക്കാതെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഓരോരോ പാത്രങ്ങളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കിടില ഐഡിയ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ദേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചക്ക എടുത്ത് തോരൻ വയ്ക്കുകയാണ്. അപ്പോൾ ദേ പെട്ടെന്ന് വേണ ചക്കയാണ്. നല്ല ചക്കയായിരുന്നു കേട്ടോ. നല്ല നൂറുള്ള ചക്ക എന്നൊക്കെ പറയില്ലേ, ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും കിഴങ്ങ് പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇടിച്ച് മുളകൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കാച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുളകും ഉള്ളിയും ഒക്കെ ഒന്ന് സെറ്റ് ആവുമ്പോഴേക്കും ഞാനൊരു ഐഡിയ കാണിച്ചു തരട്ടെ. ഞാനല്ല, എൻ്റെ അമ്മയുടെ അനിയത്തി എനിക്ക് തന്നു വിട്ടതാണ്. അപ്പോൾ അതെന്താണെന്ന്, നമ്മളെ ചക്ക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ലൈസ് ചെയ്തിട്ടുള്ളത്, അതിനെക്കാട്ടും കനം കുറച്ചിട്ട് അരിഞ്ഞ് തിളച്ച വെള്ളത്തിൽ ഇട്ട് അപ്പം തന്നെ നമ്മൾ ഊറ്റിയെടുക്കുക. കൊട്ടക്കൈയിലുണ്ടോ അല്ലെങ്കിൽ അരിപ്പ പാത്രത്തിൽ ഊറ്റി വെള്ളം കളയുക. അതിനുശേഷം നന്നായി ഉണക്കിയെടുക്കുക. ആ ഉണക്കിയെടുത്ത സാധനമാണ് കേട്ടോ. അത് 2 വർഷമായി ഇതുവരെ കേടുവന്നിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ. നമ്മൾ ഫ്രീസറിൽ വെച്ച ചക്ക നമുക്ക് ഒരു 6 മാസമൊക്കെ കൂടി വന്നിരിക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ ഉണക്കി വെക്കുന്ന ചക്കയുണ്ടല്ലോ, 4-5 കൊല്ലം എടുത്തു വെച്ചാലും കേടുവരില്ല. ഇതെന്തിനാണെന്നോ, നമുക്ക് ഉണ്ണിയപ്പോ പുട്ടോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മറ്റുള്ള പൊടിയുടെ ഒപ്പം മിക്സ് ചെയ്യാം. ആദ്യം ഇതെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ അരിക്കണമെന്നൊന്നുമില്ല കേട്ടോ, പൊടിച്ചെടുത്താലും മതി. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം അരിപ്പൊടിയുടെ ഒപ്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ണിയപ്പോ പുട്ടോ, നമ്മൾ കൊള്ളിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ ചക്കപ്പുട്ട്, ചക്കയുണ്ട്, ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ബാക്കിയുള്ളത് ഞാൻ എടുത്തു വെച്ചതാട്ടോ. ഇതിൽ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് എടുത്തു വെക്കുന്ന ഒരു സംഭവം പറഞ്ഞില്ലേ, അത് നമുക്ക് തോരൻ വെക്കാനായിട്ട് ഇതേപോലെ എടുക്കാം. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഉണക്കി വെക്കുന്ന ആ സാധനം എടുത്ത് രാത്രിയാകുമ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലേക്ക് ശരിക്ക് ചക്ക പോലെ ഇരിക്കും. കാരണം വെള്ളം കുടിച്ചത് വീർത്ത് വരുമ്പോൾ ശരിക്കും ഫ്രഷ് ചക്ക പോലെ ഉണ്ടാവും. ചക്കക്കാലം അല്ലെങ്കിൽ കൂടി ചക്ക കഴിക്കണം എന്നൊരാഗ്രഹം തോന്നുകയാണെങ്കിൽ അപ്പടുത്ത് വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം എടുത്ത് ചക്ക ഉപ്പേരി ഉണ്ടാക്കുക. ചക്ക ഉപ്പേരി റെഡി. അതിനുള്ള ഐഡിയയും കൂടാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം
ഉണക്കി വെക്കുക. അത് ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല, ഞാൻ ദേ കബോർഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എടുത്തിട്ട് രാത്രിയാകുമ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുക, രാവിലെ അതെടുത്ത് തോരൻ വയ്ക്കുക, വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം. നമുക്ക് ഏത് കാലത്തും ചക്ക കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അപ്പം എടുത്ത് ചക്ക കഴിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുട്ടൻസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.